അഗസ്ത്യാർകൂടം സന്ദർശിച്ച് വനിതകളടങ്ങുന്ന ആദ്യ സംഘം മടങ്ങിയെത്തി. ഇന്നലെ അതിരുമല ബേസ് ക്യാമ്പിൽ തങ്ങിയ ശേഷം സംഘം രാവിലെയാണ് മടക്കയാത്ര ആരംഭിച്ചത്. തിരുവനന്തപുരത്തെ പ്രതിരോധ വക്താവ് ധന്യ സനലിന് പുറമെ സേതുലക്ഷ്മി, പ്രഭ എന്നീ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും സംഘത്തിലുണ്ടായിരുന്നു. ആദ്യമായാണ് അഗസ്ത്യാർകൂട യാത്രയ്ക്ക് സ്ത്രീകൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നത്. 100 സ്ത്രീകൾ ഇത്തവണ യാത്രയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു. അഗസ്ത്യാർകൂടം സന്ദർശിച്ച ആദ്യ വനിതയെന്ന ബഹുമതി സ്വന്തമാക്കിയ ധന്യ സനൽ ഇപ്പോൾ നമ്മോടൊപ്പം യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രതിരോധ വക്താവ് കൂടിയാണ് ധന്യ. ധന്യ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ധന്യ, അഗസ്ത്യാർകൂടം സന്ദർശിച്ച ആദ്യ വനിത എന്ന ബഹുമതി സ്വന്തമായിരിക്കുകയാണ്. എന്തായിരുന്നു അനുഭവം? അഗസ്ത്യാർകൂടം ഇതിന് മുമ്പും റിസർച്ച് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകൾ കയറിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. പക്ഷെ അതായത് അഗസ്ത്യാർകൂടം പീക്ക് വരെ പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ പലപ്പോഴായി സ്ത്രീകൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഔദ്യോഗിക അനുമതിയോടുകൂടി ട്രക്കിങ്ങിന് പോകുന്ന വ്യക്തി ഞാനാണെന്നാണ് എന്റെ അറിവ്. ഞാൻ 2-3 ദിവസമായിട്ട് നെറ്റ്വർക്കിന് കംപ്ലീറ്റ് ഔട്ടാണ്. എന്തൊക്കെയാണ് ന്യൂസ് എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയില്ല. ട്രക്കിംഗ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വളരെ നല്ലൊരു യാത്രാ അനുഭവം തന്നെയായിരുന്നു. ഞാൻ ചെയ്തതിൽ വെച്ചിട്ടുള്ള വൺ അമംഗ് ദ ടഫസ്റ്റ് ട്രക്കിംഗ് അനുഭവം തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ അഗസ്ത്യാർകൂടം ട്രക്ക്. അത് ഏറ്റവും ചെങ്കുത്തായ മലനിരകൾ, അതൊക്കെയും സ്ത്രീകളെ വിലക്കാനുള്ള ഒരു കാരണമായിരുന്നു. അതൊന്നും സ്ത്രീകൾക്ക് മറികടക്കാൻ കഴിയാത്തതല്ല എന്ന് കൂടി തെളിയുകയാണ്. അങ്ങനെ ഒരു സ്ത്രീ എന്ന നിലയിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായി ഇത്രയും നാൾ ഈ യാത്ര സ്ത്രീകൾക്ക് വിലക്കുന്നതിന് കാരണമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. പകരം ആരോഗ്യമുള്ള, അതോടൊപ്പം തന്നെ നല്ല കായികക്ഷമത ഉള്ള ആൾക്കാർക്ക് മാത്രമേ അഗസ്ത്യാർകൂടം എന്നുള്ളത് ക്ലൈംബ് ചെയ്യുക എന്നുള്ളൊരു സ്വപ്നം സൂക്ഷിക്കാൻ പറ്റൂ. കാരണം വളരെ റഗ്ഡായിട്ടുള്ള ടെറൈനാണ്. വിചാരിക്കുന്നതിലപ്പുറം കഠിനമേറിയ ഒരു യാത്രയാണ്. ഞാൻ ചെയ്തതിൽ വെച്ച് ഇത്രയും കഠിനമായ യാത്ര ചൊരിഞ്ഞു തന്നെയാണ് പോയത്. പക്ഷെ യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി, അനുഭവിച്ചറിഞ്ഞു. അപ്പം നല്ല കായികക്ഷമത ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് അഗസ്ത്യാർകൂടം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പ്രാപ്യമാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വഴിക്ക് ഇഞ്ചുറി ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ട്രക്കിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും അത്രയും ദൂരം തനിച്ച് പോണക്കാട് എത്തുക എന്ന് പറയുന്നത് വളരെ സമകരമായ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചക്ഷമതയുള്ളവർ, അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം പോലുള്ള ഹെവി ട്രക്കിങ്ങിന് താല്പര്യമുള്ളവർ ആദ്യം ചെറിയ ചെറിയ ട്രക്കുകൾ ചെയ്ത് അവരുടെ കാഴ്ചക്ഷമത വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും. അതോടൊപ്പം തന്നെ ഞാൻ സാധാരണയായിട്ട് ഡെയിലി 10 കിലോമീറ്റർ നടക്കുക, ഓടുക, അതായത് നടത്തവും ഓട്ടവും ചേർത്ത് 10 കിലോമീറ്റർ 1.5 മണിക്കൂർ വർക്കൗട്ട് റെഗുലർലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അതായിരിക്കാം അഗസ്ത്യാർകൂടം ബുക്കിംഗ് നടത്തുന്ന സമയത്ത് ചെയ്യാൻ എനിക്ക്